സർ, ഷാൽ ഐ പ്ലീസ്. രശ്മിയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒന്ന്, രശ്മിയുടെ ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണോ? ആണെങ്കിൽ അതിന്റെ പിന്നിൽ ആര്? അതിനുള്ള ഉത്തരം നിങ്ങൾക്കിതാ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 2, രശ്മി ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ത്? ഇതിനുത്തരം കണ്ടെത്താൻ എനിക്കെന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല. കാരണം രശ്മിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകം. പ്ലീസ്, നിങ്ങൾ ഇരിക്കൂ. ബഹളം ഉണ്ടാക്കാതിരിക്കൂ. നിശബ്ദരായിരിക്കൂ. പ്ലീസ്, ബഹളം ഉണ്ടാക്കരുത്. നിശബ്ദരായിരിക്കണം. പ്ലീസ്, ശ്യാമിനെ സംസാരിക്കാൻ പ്ലീസ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ശ്യാം തരും. നിങ്ങൾ ശ്യാമിനെ പറയാൻ അനുവദിക്കൂ. സർ, ആര്? എന്തിനു വേണ്ടി? മോഹൻകുമാർ കോളേജ് രാഷ്ട്രീയത്തിലൂടെ തന്റെ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച് വളർന്നു വന്ന ഒരു യുവ നേതാവ്, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ. രശ്മി രാഷ്ട്രീയത്തോടും സമകാലീന സംഭവങ്ങളോടും വളരെയധികം ആഭിമുഖ്യം പുലർത്തിയിരുന്ന മോഹൻകുമാർ പഠിപ്പിച്ചിരുന്ന അതേ കോളേജിലെ വിദ്യാർത്ഥിനി. സ്വാഭാവികമായും അവർക്ക് മോഹനോട് ആരാധന തോന്നിയിരുന്നു. മോഹന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്ന് മനസ്സിലാക്കിയിരുന്ന രശ്മി സ്വന്തം വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് മോഹനെ വിവാഹം ചെയ്തു. യഥാർത്ഥത്തിൽ രശ്മി മോഹനെ സ്നേഹിച്ചിരുന്നോ? ഇല്ല എന്ന് ഞാൻ പറയും. രശ്മിക്ക് മോഹനോടുണ്ടായിരുന്നത് ഒരുതരം ഫാസിനേഷൻ മാത്രമായിരുന്നു. നാളെ മോഹൻ മന്ത്രിയായാൽ കിട്ടുന്ന നേട്ടങ്ങളോടും അധികാരത്തോടുമുള്ള ഒരുതരം അമിതാവേശം. അപ്രാപ്യ സൗഭാഗ്യങ്ങൾ കയ്യെത്തും ദൂരത്ത് വന്ന് നിന്നപ്പോൾ വർഷങ്ങളായി തന്നെ സ്നേഹിച്ചിരുന്ന തന്റെ കാമുകനെ രശ്മി തള്ളിപ്പറഞ്ഞു. യെസ് മിസ്റ്റർ മോഹൻകുമാർ, നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് രശ്മി മറ്റൊരാളുമായി സ്നേഹത്തിലായി. മോഹനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച രശ്മിയെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം പഴയ കാമുകനായിരുന്നു. അവനെ എങ്ങനെയും ഒഴിവാക്കണമെന്ന് രശ്മി തീരുമാനിച്ചു. എങ്ങനെയാണ് രശ്മി അവനെ ഒഴിവാക്കിയത്? എങ്ങനെയാണ് അവൻ രശ്മിയെ കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അവൻ ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. മിസ്റ്റർ ശ്യാം, ആരാണ് അയാൾ? The most brilliant criminal I have ever come across in my career, സുമേഷ്. നോ സർ, ഞാനല്ല. എനിക്കൊന്നും അറിയില്ല. നോട്ട് സുരേഷ്, സുമേഷ്. എന്താ സുമേഷ്, ഇനിയുള്ള കഥ സുമേഷ് പറയും അല്ലേ? നോ, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇല്ല, അവനത് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ദിവസം വെളുപ്പിനുള്ള ബസ്സിന് ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. അന്ന് രാവിലെയാണ് സുമേഷ് എത്തിയത് എന്നതിന് എന്താ ഉറപ്പ്? സാർ, അന്ന് രാവിലെ അറ്റ്ലസ് ട്രാവൽസിന്റെ 3-ാം നമ്പർ ബസ്സിൽ ഞാൻ തൊടുപുഴ വന്ന് ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും ഞാൻ അവരുടെ ഓഫീസിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബസ്സിലെ സ്ഥിര യാത്രക്കാരനാണ്. അവർക്കെല്ലാം എന്നെ നല്ല പരിചയമുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് സാർ അവരുടെ ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. ബഷീർ സർ, എന്താ തന്റെ പേര്? വിനോദ്. വിനോദിനെ സുമേഷിന് അറിയോ? അറിയാം സാർ, എന്റെ റൂംമേറ്റാ. ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കെങ്കിലും വിനോദിനെ ഇതിനു മുമ്പ് കണ്ടു പരിചയമുണ്ടോ? സർ, ഇപ്പോഴാർക്കെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? സർ, ഇയാളാണ് അന്ന് രാവിലെ ബൈക്ക് വന്ന് അന്വേഷിച്ചത്. യെസ്, ഐ നോ. ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ കൺഫർമേഷൻ. മരണം നടന്ന ദിവസം തന്റെ സുഹൃത്ത് വിനോദ് എന്തിന് മോഹൻകുമാറിന് വീടിന് മുന്നിൽ വന്നു? എനിക്കറിയില്ല സർ. അമേരിക്കയിലുള്ള രശ്മിയുടെ ഫ്രണ്ട് സുമേഷിന്റെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് ഇയാളെ സംശയമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇയാളെക്കുറിച്ചും ഇയാളുടെ ഓരോ നീക്കത്തെക്കുറിച്ചും ഞങ്ങൾ രഹസ്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ അന്വേഷണം ബാംഗ്ലൂരിലെത്തി. അവിടെ വെച്ചാണ് വിനോദിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. വിനോദിൽ നിന്നാണ് സുമേഷിന് രശ്മിയോടുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യത്തിന്റെ കഥ ഞങ്ങൾ അറിയുന്നത്. അതുപോലെ തന്നെ സുമേഷ് യാത്ര ചെയ്തു എന്ന് അവകാശപ്പെടുന്ന
22-ാം തീയതിയിലെ തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റിൽ ബാംഗ്ലൂരിൽ നിന്ന് കയറിയത് വിനോദാണെന്നും സുമേഷ് അതിന് 10 ദിവസം മുമ്പ് തന്നെ സ്വന്തം ബൈക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്തിരുന്ന വിനോദ് സ്വന്തം നാടായ പെരുമ്പാവൂരിൽ ഇറങ്ങിയെന്ന് വിനോദ് തന്നെ പറയുന്നു. പക്ഷേ 23-ാം തീയതി രാവിലെയുള്ള 3-ാം നമ്പർ ബസ്സിൽ സുമേഷ് വന്ന് ഇറങ്ങിയെന്നും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും തൊടുപുഴയിലെ ട്രാവൽ ഏജൻസി തറപ്പിച്ച് പറയും. ഈ രണ്ട് മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു നിഗമനത്തിലെത്തി. കൃത്യം നടത്തിയ ഉദ്ദേശം 12 മണിക്ക് സുമേഷ് മോഹൻകുമാറിന്റെ വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നു. പെരുമ്പാവൂരിലെത്തിയ സുമേഷ് വിനോദ് പോലും അറിയാതെ വിനോദ് വന്നിറങ്ങിയ അതേ ബസ്സിൽ കയറുന്നു, തൊടുപുഴയിൽ ഇറങ്ങുന്നു. താൻ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു എന്നതിന് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് സുമേഷ് ട്രാവൽ ഏജൻസിയിൽ കയറി റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സുമേഷിന്റെ പ്ലാനുകൾ കൃത്യമായി നടപ്പിലായോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് വിനോദിനെ പിറ്റേ ദിവസം മോഹൻകുമാറിന്റെ വീടിന് മുന്നിലെത്തിച്ചത്. ഇല്ല, ഇത് പച്ചക്കള്ളമാണ്. മറ്റാരും രക്ഷിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഏട്ടാ, ഞാൻ നിരപരാധിയാണ്. ഇതിലെന്തോ ചതിയുണ്ട്. നീ ഇനിയും സമ്മതിക്കാൻ തയ്യാറല്ലല്ലേ? സമ്മതിക്കാനോ? എന്ത് സമ്മതിക്കാൻ? ഞാൻ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ സമ്മതിക്കും? Sir, please, you'll have to excuse me now. അരവിന്ദ്, നിങ്ങൾ അവനെ എവിടെ കൊണ്ടുപോവാ? എനിക്കത് അറിയണം. ദേ, ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. സാർ, സാർ എന്താ ഇതൊക്കെ? സാർ ഇതിന് കൂട്ടു നിൽക്കുകയാണോ? കമോൺ സുമേഷ്, നീ എത്രയൊക്കെ ഉരുണ്ട് കളിച്ചാലും ഇനി രക്ഷയില്ല. നീയാണിത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കയ്യിൽ നിനക്കെതിരായ എല്ലാ തെളിവുകളും ഉണ്ട്. നോ, എനിക്കെതിരെ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവില്ല. കാരണം ഞാനിത് ചെയ്തിട്ടില്ല. you are psychic. രശ്മിയോട് നിനക്കുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ സ്നേഹമല്ലായിരുന്നു, മറിച്ച് ഒരുതരം ഭ്രാന്തമായ ആവേശം. സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും അവളെ കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ആ നിഷ്കളങ്കയായ പെൺകുട്ടി കൊല്ലാൻ? നിഷ്കളങ്ക കഴിവരുടെ മോള് കൊന്നതാവളെ ഈ ഞാൻ തന്നെ. പക്ഷേ അത് വിട്ടിരിക്കുന്ന ഈ പബ്ലിക്കിന്റെ മുമ്പിൽ സമ്മതിക്കാൻ മാത്രം അത്ര വിഡ്ഢിയൊന്നും അല്ല സാറേ ഞാൻ. താൻ അല്പം മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളുടെ കുറെ തെളിവുകളുണ്ടെന്ന്. നിങ്ങളുടെ കയ്യിൽ ഓരോ തെളിവില്ലെന്ന് എനിക്കറിയാം. കാരണം ഇതെങ്ങനാ ചെയ്തെന്ന് ലോകത്തിൽ ഒരാൾക്കേ അറിയൂ. എനിക്ക് മാത്രം.